നമസ്കാരം, ഭാരത് ലീവിലേക്ക് സ്വാഗതം. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ അന്വേഷണവുമായി സഹകരിക്കാതെ CPM അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിൽ ഇഡിയും. ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്ന CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എത്തിയില്ല. വോട്ടെടുപ്പ് തീയതി 26-ന് ശേഷം ഹാജരാകാമെന്ന് വർഗീസ് ഇഡിയെ രേഖാമൂലം അറിയിച്ചു. എന്നാൽ ഇന്ന് തന്നെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട വർഗീസിന് ഇഡി വീണ്ടും നോട്ടീസ് നൽകി. അറസ്റ്റ് ഉൾപ്പെടെ തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ഇഡി പറഞ്ഞു. CPM നേതാക്കൾ ഹാജരാകാതിരിക്കുന്നത് അന്വേഷണം വൈകിപ്പിക്കുന്നു. ഇതിനകം 90 കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ പ്രതികളുടെ പക്കൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. ഈ തുക ഇരകൾക്ക് ലഭിക്കണമെങ്കിൽ അന്വേഷണവും കോടതി നടപടികളും പൂർത്തിയാകണം. CPM സഹകരിക്കാത്തത് മൂലം അന്വേഷണം വൈകുന്നത് ഇരകൾക്ക് നീതി വൈകാനിടയാക്കും. മുൻ MP-യും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ബിജുവിനോട് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ഷാജന് വെള്ളിയാഴ്ച ഹാജരാകാൻ നോട്ടീസ് നൽകി. ഇരുവരും ഹാജരാകേണ്ടെന്നാണ് പാർട്ടി തീരുമാനം. ഹാജരാകാതിരിക്കുന്നത് ആസൂത്രിതമെന്ന വിലയിരുത്തലിലാണ് ഇഡി. അതുകൊണ്ടാണ് അറസ്റ്റ് ഉൾപ്പെടെ പരിഗണിക്കുന്നതും. കരുവന്നൂരിലെ ക്രമക്കേട് അന്വേഷിക്കാൻ CPM നിയോഗിച്ച പാർട്ടി അന്വേഷണ സമിതി അംഗങ്ങളാണ് PK ബിജുവും PK ഷാജനും. ഇവർ 1 മാസത്തോളം കരുവന്നൂരിൽ തങ്ങി അന്വേഷിച്ച് പാർട്ടിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇങ്ങനൊരു അന്വേഷണ സമിതിയും റിപ്പോർട്ടും ഇല്ലെന്നാണ് CPM നിലപാട്. കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിൽ നിന്നും PK ബിജു വൻ തുകകൾ വാങ്ങിയതായി സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയാണ് കുറേ ദിവസം ഹാജരാകാതിരിക്കുമ്പോൾ തീർച്ചയായും ഇഡി തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. അപ്പോൾ വെറുതെ കരഞ്ഞുകൊണ്ട് തങ്ങളെ ഇഡി രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കണ്ടുകെട്ടിയിരിക്കുന്ന സ്വത്തുക്കൾ അത് സാധാരണക്കാരന്, അതായത് ഈ പണം മുടക്കിയവർക്ക് തിരികെ ലഭ്യമാകണമെങ്കിൽ അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനെ കേസും തീരേണ്ടതുണ്ട്. അപ്പോൾ കേസ് തീർക്കാതെ ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ CPM കൊള്ളയടിക്കുക മാത്രമല്ല വീണ്ടും വലയ്ക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ ഇത് കണ്ട് പെരുമാറിയാൽ, അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ അത് വളരെ ഗുണമാവുക കരുവന്നൂരിലെ സാധാരണക്കാരനും കരുവന്നൂരിലെ ബാങ്കിൽ പണം നിക്ഷേപിച്ച ഇരകൾക്കും തന്നെയായിരിക്കും.